അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ വെങ്ങാനൂർ പൗർണമിക്കാവിലാണ്. തിരുവനന്തപുരത്ത് നിന്നും വെങ്ങാനൂർ പോകുന്ന വഴിക്ക് ചാവടിനട എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പഞ്ചമുഖ ഗണപതി, ലോകത്തിലെ ഏറ്റവും വലിയ ആദിപരാശക്തി ദേവി വിഗ്രഹം, ഒറ്റക്കല്ലിൽ തീർത്ത നാഗപ്രതിഷ്ഠ, ഏറ്റവും വലിയ പഞ്ചലോക വിഗ്രഹം, എല്ലാം കൊണ്ടും സമ്പന്നമാണ് നമ്മുടെ പൗർണമിക്കാവിലെ ദേവീക്ഷേത്രം. ബാലത്രിപുര ക്ഷേത്രമെന്നും അക്ഷരദേവതാ ക്ഷേത്രമെന്നും അറിയപ്പെടുന്നു. പൗർണമി നാളിലും നവാഹം, വിദ്യാരംഭം, ഉത്സവം തുടങ്ങിയ ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ ഈ ക്ഷേത്രം തുറക്കാറുള്ളൂ. പിന്നെ പൗർണമി കഴിഞ്ഞുള്ള രണ്ടാമത്തെ വെള്ളിയാഴ്ചയിൽ തുറക്കുന്നതാണ്. പൗർണമി ദിവസം രാവിലെ 4:30 മുതൽ രാത്രി 9:30 വരെ ക്ഷേത്ര ദർശനം ഉണ്ടായിരിക്കുന്നതാണ്. 45 അടി ഉയരമുള്ള ശ്രീകോവിലിനുള്ളിലാണ് ലോകത്തിലെ ഏറ്റവും പൊക്കമുള്ള ശനീശ്വര വിഗ്രഹം ഉള്ളത്. ശനീശ്വര വിഗ്രഹത്തിന് 18 അടി ഉയരമുണ്ട്. അതുപോലെ ശനീശ്വരന്റെ വാഹനമായ കാക്കയുടെ വിഗ്രഹ പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രമാണ് പൗർണമിക്കാവ്. ക്ഷേത്രത്തിൽ ഒരു റോബോട്ടിക് ആനയും ഉണ്ട്. എല്ലാ വിശേഷ ദിവസങ്ങളിലും ദേവിയുടെ ദാസനാകുന്നത് ഈ ആനയാണ്. 51 അക്ഷരങ്ങളും ആരാധനാമൂർത്തികളായിരിക്കുന്ന ക്ഷേത്രവുമാണ് പൗർണമിക്കാവ് ക്ഷേത്രം. ഒറ്റക്കല്ല് മാർബിളിൽ തീർത്ത 23 അടി ഉയരമുള്ള വിഗ്രഹ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. ഈ വർഷത്തെ പൗർണമി മഹോത്സവവും വിദ്യാരംഭവും ഒക്ടോബർ 17 മുതൽ 26 വരെയാണ്. ഇതിൽ ചിലത് എനിക്ക് ഫോട്ടോസും വീഡിയോസും കിട്ടിയിട്ടില്ല. അപ്പം അത് കിട്ടുന്ന കണക്കിൽ ഞാനത് നിങ്ങളെ അറിയിക്കുന്നതാണ്.